ഇത് കണ്ടില്ലേ കിരണേ? ഇതിന്റെ വേറെ ഇത് മറ്റേ സിനിമയൊക്കെ കിട്ടിയോ? അയ്യോ അത് തന്നല്ലേ എടുത്തോണ്ട് പാടാ. അടലോടകം അധോലോകം ആദ്യം പഠിച്ചു. അതാണ് ബയോളജി കെ പ്ലസ്. ഇതൊക്കെ ഇതൊക്കെ മലയാളം ഇല്ലേ? ഇന്ത്യ 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 ഡി ഉള്ളി ഇതൊക്കെ ബയോളജി കെ പ്ലസ്. ഇജാതിയൊക്കെ ഒന്ന് നിൽക്കണം. എന്താ? മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ആർക്ക് വേണം നിന്റെ അനുവാദം? മുമ്പിൽ നിന്ന് മാറി നടക്കില്ല. ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നടക്കില്ലെന്ന് തന്നെയാണ്. ഇതുവരെ വരാനറിയാമെങ്കിൽ നടത്താനും നമുക്കറിയാം. കുളത്തിലൊരു തേങ്ങ വീണതിനെന്തിനാ എല്ലാരും കൂടെ അങ്ങോട്ട് നോക്കണത്? ഇവിടെ തൊട്ട് പൈസ കാട്ടിക്കുട്ടിക്കോ, അതിൽ നിന്ന് എന്റെ അച്ഛൻ ഒഴിവാക്കണം. ഓക്കേ, പുള്ളിയുടെ അച്ഛൻ മാത്രം അങ്ങോട്ട് മാറി, ബാക്കി ഇങ്ങോട്ട് മാറി. എടാ തൊലിയാർമണിയാ, ഇതാണ് ജോക്കൊക്കെ കിട്ടിയത് കേട്ടാ. കുടത്തി പിടിച്ചടച്ചിടാ നിന്റെ അച്ഛൻ തട പൂതു. എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. തടയാനെങ്ങാനും ശ്രമിച്ചാൽ തടയാൻ ശ്രമിക്കുകയല്ല, തടഞ്ഞിരിക്കും. മണപ്പള്ളി മാധവൻ നമ്പ്യാർ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തിട്ടായി എഴുന്നള്ളിപ്പ്? അവിടെ ജീവന് വേണ്ടി നിനക്ക് വെള്ളത്തിൽ വെക്കാൻ സമയം തരാം. ഇവിടെ സീരിയസ് ആയിട്ട് കാര്യം പറയല്ലേ? ഭാസ്കര, നിന്റെ അനിയനല്ലടാ, പിടിച്ചു മാറ്റടാ. കയ്യേട് ഭാസ്കരേട്ടാ, ചേട്ടനും അനിയനൊക്കെ അങ്ങ് വീട്ടില്. കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ ഞങ്ങൾക്കും ഒരാളോട് ചോദിക്കേണ്ടി വരും. ഏതോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. ഏതാടാ അവതാരം? വിളിക്കാല്ലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരുത്. അതേതാടാ അവതാരം? അപരാധ പിറവി. അവതാരം അവതാരം മറ്റേത് പുള്ളിത്തരും കയറി വരുമ്പോ. അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. ാണ് ഇല്ല. പൊങ്ങി പൊങ്ങി കേട്ടാ, പൊങ്ങി നരസിംഹ, എനിക്കറിയാൻ വയ്യ, ഇവിടെ പൊങ്ങാന്നല്ലടാ പറയുന്നത്. നരസിംഹോ, ഡാടാ അത് നോക്കടാ. അയ്യോ, ഓടി അടിച്ചളക്കല്ലേ, സടയക്കല്ലല്ലോ ചാണകം. തീരത്തടിഞ്ഞ് കിടക്കണമെങ്കിൽ കിടക്കണേ. ഇപ്പൊ കണ്ണു തുറന്നില്ലെങ്കിൽ പിന്നെ കണ്ണു തുറക്കുമ്പോ നമ്മളെ കാണൂല. രണ്ട് പൊറോട്ട ഒരു ബീഫ്. പൊറോട്ടയും ബീഫുവാ, അതും ഇവിടെ. അപ്പോഴേ പറയണം മരത്തിന്റെ മണ്ടേന്ന് ഊർന്നിറങ്ങി പൊങ്ങി വന്നാലും മതിയായിരുന്നു. ഓ, അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് തന്നെ പൊങ്ങി വരണം. ഇതിന് ഭയങ്കര ആഴമൊന്നും. ഒരു കാരണം വെച്ചാൽ പിറകെ തിരിഞ്ഞു നോക്കരുത്, അവന്മാരെല്ലാരും നോക്കുന്നുണ്ട്. നോക്കല്ലേ.
ഇനിയിപ്പോ എന്തിനാ നമ്മൾ എടാ നീ വിളിച്ചിട്ട് പോകാൻ എവിടെ? എടാ നീ അവന്മാരെ നിന്നെടുത്തോണ്ട് നിർത്ത്. എന്തിനി പാളിപ്പോയി. ഞാൻ ഒന്നുകൂടെ വരാം. ഒന്നുകൂടെ വരും, വരും. പറ്റിക്കരുത്, നാണം കിട്ടി. ഞാൻ വന്നിരിക്കും. പോയി interview നിങ്ങളെ ചെയ്യും. വിശ്വസിച്ച് പോവേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരും ആ, വന്നേ, എല്ലാരും നിന്നടുത്ത് പോണം, വന്നേ. നിന്നടുത്ത് പോണം. ഒന്നുമില്ല. പോയിക്കണേ, എല്ലാം തിന്നേ. മാച്ച് സീനാട്ടാ. എല്ലാവരും മൂട് പോയി. ഞാൻ എവിടെ അതൊക്കെ കണ്ടിട്ടുണ്ടോ പറയരേ, ഇങ്ങോട്ട് വാ. ഇവിടെ അടുത്തുള്ള പയ്യൻ തന്നെ, നമുക്ക് അങ്ങോട്ട് ഞാൻ മുമ്പ് സഹായിച്ച ആരെങ്കിലും ആയിരിക്കും. സഹായിച്ച കഥയൊന്നും പറയണ്ട, അതിപ്പോ കിട്ടും. കുളിച്ചായിരുന്നു. കുടിച്ചു. എനിക്ക് ചിരിക്കണെന്തിനാ? ചിരിച്ചൂടെ? എങ്ങനെ ഉപയോഗിക്കൂ? എവിടെ ഒഴിക്കാലും ഞാൻ വരും. ആ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇതെല്ലാം നിന്ന സ്ഥലം. എല്ലാരും പുറകോട്ട് വാ, പുറകോട്ട് വാ, കുറച്ചൊരു പുറകോട്ട് വാ. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട്. ഞാനേ നേരത്തെ ഒരാളെ വിളിച്ചോട്ടാന്ന് ചോദിച്ചില്ലേ? വിളിക്കൂ വിളിക്കൂ, വിളിച്ചോളൂ. പോയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. വിളിച്ചോട്ടെ. വിളിച്ചോളൂ. പെട്ടെന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത് ഒഴുക്കിയിട്ടങ്ങ് വാ, വാ, പോകാൻ. വാ, വന്നോളാൻ പറഞ്ഞു. നടന്ന ഒരു കാറിന്റെ ഒരു ഷോട്ട് ഉണ്ട്. ഓ അതൊക്കെ ആ ഡയലോഗാണ് ഒഴുക്കാൻ വന്ന പവിത്ര വായിച്ചു കൂട്ടാ. നാണക്കെടുത്തി. ഞാൻ അവിടുത്തെ വീഡിയോ മോശമായിരുന്നു. സത്യം ഞാൻ നെറ്റ് എന്തെന്ന് ഈശ്വര, ഇതെല്ലാം മാഞ്ഞു പോയില്ലേ? ഒരു മകന്റെ ധർമ്മമാണ് യഥാവിധ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. പറഞ്ഞുണ്ട്. മണപ്പള്ളി മാധവൻ നമ്പ്യായിരുന്ന നിന്റെ തന്തയും സർവോപരി ചെറ്റയുമായ ആ നാടുടെ ഒഴുക്കാൻ താമസിക്കൂല. അയാൾ എന്താ പറയുന്നേ? എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റുന്ന ചളിയൊക്കെ ചിളിയൊക്കെ വാസായിട്ട് പട്ടയില്ലൊക്കെ അവിടെ. ഈശ്വര, ഇതെന്തോന്ന് കാലുകൊണ്ട് വെള്ളം അടിക്കണം നീ കേട്ടാ. ഈശ്വര, ഇതെന്തോന്ന് ഗോക്ഷേത്രം. അതുകൊണ്ട് നീ ഓ മോനെ ദിനേശ. ദിനേശാ പൊക്കോ. ഓക്കെ ബൈ. അണ്ണന്റെ പഞ്ചി. അതൊക്കെ പോട്ട്, നിങ്ങളെന്ത് ഈ വേഷത്തിൽ? ഇത് എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കലാണ്. അതിന് പട്ടെടുപ്പും പാവാട ഇട്ടുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആഹാ പച്ച നീലി കഥാപ്രസംഗം നടക്കുന്നു. നീക്ക കാതികന്മാരാടാ. കണ്ണില് പച്ച വിട്ടുപിടിക്കുന്നു. നിങ്ങളുടെ ഇൻട്രോ സീനല്ലേ, ഒന്ന് പൊലിപ്പിക്കാൻ ഒരു ഗുമ്മിന് വേണ്ടിട്ട് പൊലിപ്പിച്ചു തരാമേ. മഴ നനയുമ്പം അതിന്റെ കൂടെ ചീരയും കൂടെ നനട്ടെന്ന് വെച്ച് നനച്ചുതരാടാ, നല്ലപോലെ നനച്ചു തരാം. ഇതെവിടെ നിന്ന് മേടിച്ച്? കിച്ചു സ്ട്രെച്ചേഴ്സ് നിങ്ങളെ പറ്റിൽ വാങ്ങിച്ച. നീ പക പോക്കുകയാണല്ലേടാ. ആ പിന്നെ പക പോക്കാതെ. ഇടയിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പിടിച്ച് 6 വർഷം ജയിലിട്ട മരപ്പാടാണ് അവൻ. പിന്നെ ഞാൻ പിന്നെ ഫ്രഞ്ച് കിസ് അടിക്കാം. നീ എന്റെ ടീമല്ലേ ചിരിക്കരുതെന്ന്. ഇത് സിറ്റി ആർമി ചെയ്യണ പോലെ കേട്ടാ. നമ്മൾ പറയണ കോമഡിക്ക് മാത്രം നമ്മൾ ചിരിക്കും. വേറെ ആരും എന്ത് പറഞ്ഞാലും താറ്റും. പോ അവിടുന്ന് മുഖം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടാൻ വന്നിരിക്കുന്നു. ചില കളികൾ കാണാനും ചില കളികൾ കാണിച്ചു തരാനും. കളിക്കാനാണെങ്കിൽ APL കളിയടാ. ഈ അഷറഫും അവന്റെ കൂട്ടുകാരൻ ജാഫറും APL കളിച്ച് 18,000 രൂപയും കൊണ്ട് മൂന്നാർ പോയി. അതുപോലെ എന്തെങ്കിലുമൊക്കെ നോക്ക്.
എന്തോന്നടാ അത്? ആ അതൊരു ഗെയിമാണ്, മൊബൈൽ ഫോണിൽ കളിക്കണതാണ്. പയ്യന്മാർ അതൊക്കെ കളിച്ചിട്ട് മൂന്നാറൊക്കെ പോകുന്നുണ്ട്. സൂപ്പറാണ്. മൂന്നാറൊക്കെ പോയിട്ടും കളിക്കുന്നുണ്ടെന്നാണ് അറിയാം. പക്ഷേ പോയിട്ട് കളിക്കുന്നതാണ്. മൂന്നാർ പോയിട്ട് കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്റെ അത്തച്ചുട്ട് പിടിച്ചിട്ടാണെങ്കിൽ ഞാനും പോകും. അതൊന്നും വേണ്ട. എന്റെ മാല പണയം വെച്ചിട്ടല്ലേ നിങ്ങളെ മൂന്നാറ് മാല കാണാനില്ല. അഞ്ചുമോന്റെ മാല കാണാനില്ലടാ. ഞാൻ ഇപ്പൊ വരാം. കിട്ടാനൊന്നും പോണില്ല, കിട്ടിയാലും തരാനും പോണില്ല. പക്ഷേ പവിത്ര, ഇത് പറയുന്നേട്ടാ, സാധനം പറയുന്നേട്ടാ. നിന്റെ അച്ഛന്റെ ചിതാഭസ്മം നീ ഇവിടെ ഒഴുക്കൂല മോനെ ദിനേശ. ഞാനിപ്പോൾ പോകുന്നു. ഈ ചിതാഭസ്മം കൊണ്ട് ഒരു തിരികെടാത്ത വിളക്കിന് മുമ്പിൽ വെക്കും ഞാൻ. എന്തിനിടുമ്പോ വല്ല വാഴക്കും കൊണ്ട് തടവിടും. ആ സാധനം വാഴയ്ക്ക് തരേട്ടാന്ന്. ആ വാഴ ആഴ്ചയിൽ കൊലയ്ക്കും. ചിരിയുടെ കുഴപ്പമില്ല. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. അല്ലാതെ പിന്നെ എന്നാ ബഡ്ഡി ചെയ്തുണ്ടാക്കിയത്? വണ്ടി ചെയ്തുണ്ടാക്കിയതാണ്. ജസ്റ്റിസ് എന്തോന്നാ സാധനം? ജസ്റ്റിസ് ജസ്റ്റിസ് കരുണാകരൻ മേനോൻ. അച്ഛന് തുപ്പിയതല്ല, തുപ്പിൽ തെറിച്ചതാ. മരണം ഒരു നാൾ അയാൾക്കുമുണ്ടാകും. അന്ന് നീ ഈ പുഴക്കടവിൽ ബലിയിടാനിരിക്കുമ്പോൾ ഞാനും ഉണ്ടാകും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഈ പുഴയിൽ ഒഴുക്കാൻ. മോനെ, അത് അതിമോഹമാണ്. എൻ്റെ അച്ഛൻ്റെ ചിത കത്തുന്നത് വരെ ആയുസ്സുണ്ടെന്നുള്ള നിന്റെ അതിമോഹം. ഇടയെ നിനക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാലിൽ ഒന്നോ രണ്ടോ നഖം വെട്ടിത്തരാം. അതുകൊണ്ട് ഈ ചന്ദനം മുട്ടി വെച്ച് കത്തിച്ച് ആശ. പോട്ട് 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 തൊല്ല കേസാണ്. വാളി പിള്ളേരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ കണാ കൊണെന്ന് പറഞ്ഞോണ്ടിരിക്കും. മറ്റവരെയൊക്കെ നോക്കണ. പിന്നെ കണാ കൊണ. മാട സൈസൊക്കെ വെച്ചിട്ട് അവിടെ എന്തൊരു അങ്ങേരാ ചെയ്യ പെണ്ണെന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്. നിങ്ങൾക്ക് ഒരു വിലയില്ല. ഒരു 5 ഡയലോഗ് അടിച്ചാണ്. പവിത്ര, കൂടുതൽ മൊണാലിറ്റടിയൊന്നും വേണ്ട. എന്ത് കഷോ. കിട്ടിയില്ല. മാലയിൽ പോയി 2 ഇറക്കം കിട്ടി. മാല പോയി, മാല വെള്ളത്തിൽ പോയി. മനസ്സിലായി. മാല അവൻ വിഴുങ്ങി. 2 കിലോ പഴം കൊടുത്തിട്ട് അപ്പുറത്തെ പറമ്പിരുത്താം. ആളെവിടെ? ആളാ ആളല്ലേ കാണിക്കണേ. മറ്റേ എരമ്പി കൊണ്ടുവരുന്ന ആളെവിടെ ഇടം? എരമ്പിക്കൊണ്ടുവരുന്ന ആളാ. അതാര്? കളിക്കല്ലേ. എന്റെ അമ്മയുടെ ഞാൻ ആരെ സെറ്റ് ചെയ്യില്ല. നീ ആരെങ്കിലും സെറ്റ് ചെയ്യണം. ഞാൻ ആരെയും വിളിച്ചില്ല. പോ, ഒരു 5 വരെങ്കിലും കൊണ്ടുവരുന്നില്ല. എന്റെ പള്ളി അവന്മാർ ആളെണ്ണം കൂടുതലാണ്. ആ തടിയനെയൊക്കെ കണ്ട അവ ഇടിച്ചുറക്കും. ഇനി എന്ത് ചെയ്യും? അപ്പം ഞാൻ ഒരു തറ വില കാണിക്കാൻ പോവുകയാണ്. കൂടെ നിന്നോണം. അത് ഞങ്ങളെ ഓക്കെ. അയ്യ കിണിക്കണേ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാം. 3-ാം പക്കം കാണാം. തേഞ്ഞൊട്ടി ചതിയും ചതിച്ചു. കുഴപ്പമില്ലടാ, നമ്മൾ 3 പേരുണ്ടല്ലോ. 3 പേര് കട്ടക്ക് കട്ടക്ക് നിൽക്കാം. 3 പേര് അങ്ങോട്ട് വയ്ക്കണം. എനിക്ക് അപ്പോഴേ തോന്നിയത് ഒടുക്കത്തവനെ എന്റെ പൊന്ന. അപ്പോ ഓക്കെ, ഈ അച്ഛന്റെ ചിതാഭസ്മം വേണമെങ്കിൽ ഇവിടെ ഒഴുകിക്കോ, കുഴപ്പമില്ല. ഇനി അച്ഛൻ കൊച്ചച്ഛനെന്നും പറയും ഈ അരി വരരുത്, കേട്ടല്ലേ? ഡീൽ 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 ഡീൽ. അപ്പൊ ഓക്കെ, 16 വിളിക്കാൻ മറക്കല്ലേ? ഓക്കെ ബൈ. ആ അങ്ങനെ അങ്ങ് പോയാലോ? പിന്നെ എങ്ങനെ പോണം? ഇങ്ങനെ സീൻ സാറല്ലേ. 2.5 മില്യൺ. ഓ ഏതാ